തെറ്റുകൾ മറച്ചു വെക്കുന്നവർക്ക് ഐശ്വര്യം, അനുഗ്രഹം, ഉയർച്ച ഇല്ല. ഇതിനുമായി ബന്ധപ്പെട്ട് ഈ തെറ്റുകൾ മറച്ചു വെക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് ബോധ്യമായത് ഒന്ന് രണ്ട് ധ്യാനങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അതിപ്പോഴല്ല, കഴിഞ്ഞ വർഷം ഈ വർഷത്തിലെ ഒന്ന് രണ്ട് ധ്യാനങ്ങളിലാണ് എനിക്കത് വ്യക്തമായത്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഇവിടെ 100 പേര് ധ്യാനിക്കാൻ വരികയാണ്. ധ്യാനിക്കാൻ വന്നു. അവർ ചൊവ്വാഴ്ച ദിവസം, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അവർ നന്നായിട്ട് സഹകരിച്ചിട്ടില്ല എന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഓരോരുത്തരുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആരൊക്കെ സഹകരിക്കുന്നു, ആരൊക്കെയാണ് ദൈവത്തിന് നമുക്കറിയാൻ പറ്റും. നിങ്ങൾ അവിടെ നിൽക്കുന്നതിൽ നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് കേൾക്കുന്നത്. ചൊവ്വാഴ്ച ദിവസം 5 or 6 അച്ഛന്മാരെ കുമ്പസാരിപ്പിക്കാൻ വിളിച്ചു. സാധാരണ ഇവിടെ കുമ്പസാരം 2:30 ധ്യാനത്തിന്റെ തുടങ്ങിയാൽ 5:30, 5:45 വരെയാണ് കുമ്പസാരിപ്പിക്കുന്നത്. അത് 40 പേര് ധ്യാനിച്ച സമയത്തും കുമ്പസാരം 5:30 വരെ നീണ്ടുപോയി. നമുക്കറിയാം, ഒരു ഇടവകയിൽ 300 വീടുള്ള കുടുംബങ്ങളിൽ പോലും ഇടവക വാർഷിക ധ്യാനം വെക്കുമ്പോൾ 6 or 7 അച്ഛന്മാരെയാണ് ഇടവക്കാർക്ക് മുഴുവൻ കുമ്പസാരിക്കാൻ വെക്കുന്നത്. ഇവിടെ 100 ആള് വരുമ്പോൾ കുമ്പസാരിക്കാൻ വിളിക്കുന്ന 6 പേര് മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. അതിനുശേഷം കുമ്പസാരം കഴിഞ്ഞാലും കഴിഞ്ഞില്ലേലും 4 മണിയാകുമ്പോൾ കാപ്പിക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോണ്ട് ആളുകൾ പോകുന്നു, തിരിച്ചു വരുന്നു, ആളുകൾ പോകുന്നു, തിരിച്ചു വരുന്നു. ആരുടെ മുഖത്തും ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, പാപം മറച്ചുവെച്ച് ആളുകൾ വീണ്ടും ദൈവവചനം കേൾക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ പ്രത്യേകം എന്താ പറയുക, പാപം മറച്ചുവെച്ച് വചനം കേട്ടാൽ മന്ത്രിമാരൊക്കെ സഞ്ചരിക്കുമ്പോൾ വലിയ കേന്ദ്രത്തിലെ മന്ത്രിമാരൊക്കെ ഉപയോഗിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് കാറുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വെടി ഉതിർത്താൽ തന്നെ അതിന്റെ ചില്ല് പൊട്ടി അകത്തിരിക്കുന്ന ആളുകൾക്ക് അപകടം വരില്ല. ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയും. പാപം ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരം ഇരിക്കുന്ന ഏകദേശം ഈ പൊസിഷൻ ആയിരിക്കും. എത്ര തൊണ്ണ പൊട്ടിച്ചാലും എന്ത് ചെയ്യും, വചനം ചെല്ലില്ല. എറിയുന്ന പന്ത്, റബ്ബർ ബോൾ എറിഞ്ഞിട്ട് തിരിച്ചു വരുന്ന അതേ വേഗത്തിൽ ആ വചനം തിരിച്ചു വരുന്ന ഫീലിംഗ് പെട്ടെന്ന് നമ്മൾ മടുക്കും. നമ്മുടെ കാലിന് വേദന, ശരീരത്തിന് വേദന. 1 മണിക്കൂർ എടുക്കേണ്ട ക്ലാസ് 1/2 മണിക്കൂറാവും തീരുക. ആകെ ഒരു അസ്വസ്ഥത നമുക്ക് തോന്നും. അങ്ങനെ ബുധനാഴ്ച ദിവസം ആളുകളോട് പറഞ്ഞു, 10-16 പേര് കുമ്പസാരിക്കാനുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമൂഹത്തോട് ബോധ്യപ്പെടുത്തി കൊടുത്തു. 10-20ഓളം ആളുകൾ ബുധനാഴ്ച ദിവസം കുമ്പസാരിക്കാൻ വേണ്ടി ചെന്നു. ഞാൻ പറയാം, എന്നാണോ എപ്പോഴാണോ ഈ മനുഷ്യർ കുമ്പസാരിച്ച് പാപത്തിന്റെ ബന്ധനം, ആ മറച്ചുവയ്ക്കുന്ന അവസ്ഥ മാറ്റിയത്, അതിനുശേഷമാണ് ദൈവവചനം പോലും അവരുടെ ഹൃദയത്തിലേക്ക് വീഴാൻ തുടങ്ങിയത്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ പ്രിയപ്പെട്ടവർ, നിങ്ങൾ വാഴയും ഇഞ്ചിയും ഒക്കെ കൃഷി ചെയ്യുന്നവരാണ്. നിങ്ങൾ നടുന്ന കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ വരണമെങ്കിൽ നിങ്ങൾക്കൊരു വിശുദ്ധിയുള്ള ഒരവസ്ഥ വേണം. നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഞങ്ങൾ നട്ടിട്ടൊന്നും ശരിയാകുന്നില്ല. വിശുദ്ധിയോടെ നടുന്ന കാര്യങ്ങൾ ഇന്നും വളർന്ന് തല ഉയർത്തി നിൽപ്പുണ്ട്. ശ്രദ്ധിച്ചു നോക്കിക്കോ. ശാലോം ടെലിവിഷൻ, അതൊന്നുമില്ലായ്മയും തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ശാലോം. പക്ഷെ ഈ ബെന്നി പുനത്ര എന്നയാളും അതിന്റെ ടീം അംഗങ്ങളും വിശുദ്ധിയോടെ നട്ട്, അതായത് ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യത്തിൽ നട്ടിട്ടുള്ള ഒരു സംഭവമാണ് ശാലോം. അതെന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകാത്ത, അത് നട്ടത് വിശുദ്ധമായ ഒരു അവസ്ഥയിൽ അത് നട്ട്, അത് ഇന്ന് ഉയർന്നു നിൽക്കുക, അത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുക. ശാഖകൾ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ അതിന്റെ ശാഖകൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അത് വളരുന്നു? നട്ടത് വിശുദ്ധിയോടെയാണ്. ഇനി എല്ലാ കാര്യം ശ്രദ്ധിച്ചു. എന്തെങ്കിലും വളർന്നിട്ട് നടുവൊടിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അത് നട്ടതിന്റെ പ്രശ്നമാണ്. വിശുദ്ധിയോടെ നടും. ഞാൻ ഒരു 10-16 ഏക്കർ സ്ഥലം എന്നോട് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എന്നെ വിളിച്ചു. 16 ഏക്കർ സ്ഥലം വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നത് ആദ്യമായിട്ടാണ്. 16 ഏക്കർ സ്ഥലം എന്തിനാ വിളിച്ചതറിയാമോ? ആ വ്യക്തിയുടെ 16 ഏക്കർ സ്ഥലത്തെ കൊടി ഒരു പ്രത്യേക രോഗം വന്ന് ചീഞ്ഞു പോകുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാന് വഴിയുടെ മുകളിലുള്ള പറമ്പിലൊക്കെ അടിക്കുന്ന മരുന്ന് താഴെ അടിക്കുമ്പോൾ ശരിയാകുന്നില്ല. ഒരേ മരുന്ന് അടിക്കുന്നത് കൊടി തന്നെ ചീഞ്ഞു പോകുന്നു. പലതരത്തിലുള്ള അസുഖങ്ങൾ, പുഴുക്കേട് എല്ലാം നഷ്ടമാണ്. 16 ഏക്കർ സ്ഥലം വെഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ദേഹം മുഴുവൻ നനഞ്ഞ് വേർത്ത് കുളിച്ച് അന്നാമ്പള്ളം വീണ് ലോഹയടക്കം നനഞ്ഞു. ഇത്രയും ദൂരം നടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി 16 കിലോമീറ്റർ നടന്ന് ശ്വാസം കിട്ടാതായി. വെഞ്ചരിക്കുകയും വേണം, വിശ്വാസ പ്രമാണം ചൊല്ലുകയും വേണം. അങ്ങനെ വലിച്ചു 16 ഏക്കർ സ്ഥലവും വെഞ്ചരിച്ച് വീടിന്റെ കസേരയിൽ വന്നിരുന്നു, തണുത്ത വെള്ളം കുടിച്ച്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മുറിയിൽ കയറി പ്രാർത്ഥിക്കുകയാണ്. പോരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച സമയത്ത് അദ്ദേഹം അറിയേണ്ടത്, കർണാടകയിൽ നിന്ന് ചാണകം കൊണ്ടുവന്നു. ചാണകത്തിൽ നിന്ന് ഏതാണ്ടോ വന്നതാണോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. കർണാടകയിൽ ചാണകം വന്നു.
ലോഡ് കണക്കിന് ചാണകം വന്നു പറമ്പിലിടാനുള്ളത്. പിന്നെ വളം മേടിച്ചു. വളത്തിന്റെ പ്രശ്നമാണോ മണ്ണിന്റെ പ്രശ്നമാണോ? മണ്ണ് അമ്പലവയൽ ഫാമിൽ കൊണ്ടുപോയി അതിന്റെ ചെക്കപ്പ് ചെയ്യാനോ അതിന്റെ പരിശീലനം എന്ത് കുറവ് കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്, ഇതൊന്നും കുഴപ്പമായിട്ട് കാണുന്നില്ല. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുമ്പോ, ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, ഇദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിശുദ്ധിയുടെ കുറവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വളരെ പ്രത്യേകമായി സഹായിച്ച കാര്യങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. ഒന്നും അറിയാത്ത ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കാൻ ചില ആളുകളോട് ആവശ്യപ്പെട്ട് ചോദിച്ചു. അയാളുടെ വീട്ടിലിരുന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ചെറിയ സഹായം എനിക്ക് നൽകി. ഈ വ്യക്തിയുടെ വിശുദ്ധമായ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങൾ എന്റെ ഒപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. ഞാൻ തിരിച്ച് വാഹനത്തിൽ കയറാൻ നേരത്ത് അല്പം മാറ്റി നിർത്തി, ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് ചോദിക്കാനുണ്ട്. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ശരിയാണെങ്കിൽ നിങ്ങളത് ക്രമീകരിക്കണം. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ വിശുദ്ധമായ ജീവിതത്തിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എങ്ങോട്ട്? ഇങ്ങോട്ട് വരാന്ന്. ഇവിടെ വന്ന് സംസാരിച്ച് അദ്ദേഹം ഞെടുങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ കണ്ണ് രണ്ടും ഇങ്ങനെ തള്ളി വന്ന്, ഒരു പാത്രത്തിൽ പിടിച്ച ഇപ്പൊ കൃഷ്ണമണി താഴെ വീഴും നമുക്ക് തോന്നുന്നു. രണ്ട് കണ്ണിതേ തള്ളി വന്നിരിക്കുക. എന്തെന്നറിയോ, അദ്ദേഹം 7-8 വർഷമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പലർക്കും അറിയാം, ഒരു തെറ്റായ ബന്ധം വച്ചു പുലർത്തുകയാണ്. അത് പല നാട്ടുകാരും പറഞ്ഞത് ശരിയല്ല കേട്ടോ, നിങ്ങൾ നല്ലൊരു കുടുംബമാണ്, ഇത് പാടില്ലാത്തതാണ്. അതായത് വേറൊരു വ്യക്തിയുമായിട്ടുള്ള തെറ്റായൊരു ബന്ധം സൂക്ഷിച്ച് അദ്ദേഹം കൊടി നട്ടു, അദ്ദേഹം കൃഷി ചെയ്തു, ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല. ശ്രദ്ധിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന വചനം നോക്കിക്കേ. സുഭാഷിതം 28:13, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഇല്ല, തെറ്റുകൾ പറഞ്ഞ് അനുദപിക്കുന്നവന് ദൈവത്തിന്റെ കരുണ കിട്ടും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നീ ശ്രദ്ധിച്ചു, ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറയാം, വിശുദ്ധിയോടെ നിന്നാൽ നമ്മുടെ രോമത്തെ പോലും ആരും തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരിക്കൽ കൂടി പറയാം, വിശുദ്ധിയോടെ നിന്നാൽ ഒരു ശത്രു പോലും രോമത്തെ പോലും തൊടത്തില്ല. ബൈബിളിലുണ്ടത്. അത് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇട്ടു. പക്ഷെ സിംഹം ദാനിയേലിന് തൊട്ടുപോലെയില്ല. അതിനൊരു ഉത്തരം കൊടുത്തിട്ടുണ്ട്, ദൈവസന്നിധിയിൽ നീ കുറ്റമറ്റ ഒരു ജീവിതം. എന്താ കുറ്റമറ്റെന്ന് പറഞ്ഞാൽ? കുറ്റമില്ലാത്ത വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് നിന്നെ തൊടാൻ പോലും ഒരു മൃഗത്തിന് പോലും കഴിയില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് എന്തു കാര്യത്തിലും ഐശ്വര്യം ഇല്ല. ഇത് നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ദൈവത്തിന്റെ കരുണ കിട്ടാൻ നമ്മൾ നന്നായിട്ട് അനുദപിച്ച് ദൈവസന്നിധിച്ച്. ഞാനൊരു വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ആ വീട്ടിന്റെ മുറ്റത്തുകൂടെ ഒരു കോഴിത്തള്ളയും 5-8 ചെറിയ കുഞ്ഞുങ്ങളോട് അങ്ങ് പോയി. അപ്പൊ ഈ അമ്മച്ചി മുഴുവൻ ശ്രദ്ധ ഈ കോഴിയും കുഞ്ഞിലുമാണ്, വർത്താനത്തിലല്ല ശ്രദ്ധ. ഈ കോഴിക്കുഞ്ഞിനെ പാക്കാനോ കുറുക്കനോ കാക്ക കൊണ്ടുപോകുമോ എന്നുള്ള പേടിയാണ്. ഈ തള്ളക്കോഴി ചകഞ്ഞ് ഇത് കന്നാലിക്കൂട്ടിലേക്ക് കയറുന്നത് ഞാൻ കണ്ടു. കന്നാലിക്കൂട്ടി കയറി അതിന്റെ പുറയിലുള്ള കന്നുകാലി ചാണകക്കുഴിക്കകത്തോട്ട് ഈ തള്ള ഇറങ്ങി, കുഞ്ഞുങ്ങളും കൂടെ ചാടി ഇറങ്ങുന്നത് കണ്ടു. കുറച്ചു കഴിഞ്ഞ് തള്ള പറന്ന് ഈ കന്നാലിക്ക് ചാണകക്കുഴിയിൽ കയറി. അതിനകത്ത് ഒരു കുഞ്ഞ് ഒഴികെ ബാക്കിയെല്ലാം പറന്ന് കയറാനുള്ള ബലം ഉണ്ടായിരുന്നു ചെറുകിന്. ഒരു കുഞ്ഞ് അതിനകത്ത് ചാടിയിട്ടും കയറി മുകളിലോട്ട് പോകാൻ പറ്റാത്തോണ്ട് ഇത് ഉറക്കെ കരയാൻ തുടങ്ങി. കോഴിക്കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ ഈ ചേച്ചി എന്റെ അടുത്ത് നിന്ന് വർത്താനം പറഞ്ഞ ചേച്ചി പറഞ്ഞു, 1 മിനിറ്റ് അച്ഛാ, ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നേരെ കന്നാലിക്കുട്ടി പോയി ആ ചാണകക്കുഴിയിൽ ഇറങ്ങി ആ കുഞ്ഞിനെ എടുത്തു വിട്ട് ആ തള്ളക്കോഴ കൂടെ വിട്ടു. അപ്പൊ ഞാൻ ഇത്രേ ശ്രദ്ധിച്ചു, ഒരു കോഴിക്കുഞ്ഞ് കരഞ്ഞത് ഈ അമ്മച്ചിയുടെ ഈ ചേച്ചിയുടെ ഹൃദയത്തിൽ ഇത്രയും അലിവും ആർദ്രതയും ഉണ്ടാക്കിയെങ്കിൽ ഒരു കോഴിക്കുഞ്ഞ് അവർ 1/2 മണിക്കൂർ കരയട്ടെ എന്ന് വെച്ചില്ലല്ലോ. അത് കുറച്ച് സമയം കരഞ്ഞപ്പോ തന്നെ ഇപ്പൊ വരാച്ചാന്ന് പറഞ്ഞ് അത്രയും മനസ്സലിഞ്ഞെങ്കിൽ, ഒരു കോഴിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഒരു സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു അലിവുണ്ടായെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നമ്മൾ കണ്ണുനീരോടെ വിളിച്ചാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ അലിവ്, കരുണ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അത് ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. തെറ്റുകൾ മറച്ചു വയ്ക്കരുത്. 2-ാമത്തെ വചനം കേട്ടെ. വചനം ഇതാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ.
ഇപ്പൊ നമ്മൾ 50 നോമ്പ് കഴിയാറായി, എല്ലാവരും തന്നെ കുമ്പസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എന്നോടുകൂടെ തന്നെയാ ചോദിക്കുന്നത്. കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ഈ പാപം ഇനി ഞാൻ ചെയ്യത്തില്ല? അങ്ങനെ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു പാവം 10 പാപം ഏറ്റു പറഞ്ഞു, പരിഹാരം കിട്ടി, നമ്മുടെ താഴെ ഇരുന്ന് ചൊല്ലി തിരിച്ചു വന്നിരുന്നു. ആരെങ്കിലും പറഞ്ഞോ, ദൈവമേ ഈ പാപം, ഇപ്പോൾ ഏറ്റു പറഞ്ഞ പാപം ഇനി ഞാൻ ചെയ്യത്തില്ല? അങ്ങനെ ഒരു കുമ്പസാരം നമ്മൾ നടത്തിയിട്ടില്ല. കുമ്പസാരം എന്ന് പറഞ്ഞാൽ എന്നറിയോ, ഈ ആഴ്ച കുമ്പസാരിച്ചു, അടുത്ത ആഴ്ച കുമ്പസാരിച്ചു, പിന്നത്തെ ആഴ്ച കുമ്പസാരിച്ചു. അച്ഛന്മാർ അവിടെയുണ്ട്, കുമ്പസാരിക്കും. ഇതിലല്ല, ഓരോ പ്രാവശ്യം പാപമേറ്റു പറയുമ്പോ ഒരു തീരുമാനം വേണം. എന്നാലേ ആ ഒരു കൂദാശിയുടെ ഫലം നിങ്ങൾക്ക് കിട്ടൂ. എന്ത്? ഈ പാപം ഇനി ഞാൻ ചെയ്യത്തില്ല. ഇത് ലാസ്റ്റ് ചെയ്ത് തീർന്നു, പറഞ്ഞു തീർന്നു. ഈ പാപം ഇനി ഞാൻ ചെയ്യില്ല. ഇത്രയും ധൈര്യത്തോടെ തീരുമാനമെടുക്കുന്നവരില്ല. അതുകൊണ്ട് കുമ്പസാരത്തിന്റെ അഭിഷേകമോ കുമ്പസാരത്തിന്റെ ഒരു വിടുതലോ ഒരു വ്യക്തിക്കും കിട്ടാത്തത്. പറഞ്ഞു ഹല്ലേലൂയ. പാപമേറ്റു പറഞ്ഞിട്ട് അത് തൽക്കാലം ഒരു ഈസ്റ്റർ ആഘോഷിക്കാനുള്ള ഒരു അവസ്ഥയൊക്കെ കിട്ടി, നമ്മൾ പോവാണ്. വീണ്ടും നമ്മൾ ഇതേ പാപമായിട്ട് 2 ദിവസം കഴിഞ്ഞ് വരും. എന്തുകൊണ്ടാ വരുന്നത്? പാപം ഏറ്റു പറഞ്ഞിട്ട് ഈ പാപം ഇനി ചെയ്യത്തില്ല എന്ന് ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തിട്ടില്ല. കുമ്പസാരത്തിന്റെ ഫലം കിട്ടണമെങ്കിൽ, കുമ്പസാരിച്ചൊരു വ്യക്തിയിലൂടെ ഒരു വിടുതൽ കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായ ഒരു കുമ്പസാരം വേണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്താ കുമ്പസാരം? ഞാൻ ഏറ്റു പറഞ്ഞ പാപം ഇനി ഞാനത് ചെയ്യത്തില്ല, ഇനി ഞാനത് ചെയ്യത്തില്ല. അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. വെല്ലുവിളിച്ചു തരാം, നിങ്ങൾക്ക് യേശുനാമത്തിൽ ഉറപ്പ് തരാം, കർത്താവ് ദൈവഭക്തന്മാരുടെ ചുറ്റും പാളയമടിക്കുന്ന പോലെ അങ്ങനെയൊരു തീരുമാനം ഈ ഇരിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ ഒരു അഭിഷേകം കിട്ടും. സങ്കീർത്തന പുസ്തകത്തിലെ വചനം, കർത്താവ് ദൈവഭക്തന്മാരുടെ ആ ഒരു അപ്പച്ചന്റെ ആ ഒരു അമ്മച്ചിയുടെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷണം ഉറപ്പുവരുത്തും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. ബൈബിളിലേക്ക് വരുന്നു. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഇസ്രായേൽ ജനങ്ങളും അമലേക്യരുമായിട്ടുള്ള ജെറീക്കോ പട്ടണം, ജെറീക്കോ ജനങ്ങളുമായിട്ടുള്ള ഒരു യുദ്ധം നടക്കുന്ന സമയമാണ്. ജെറീക്കോ എന്ന് പറയുന്ന പട്ടണം നല്ലൊരു പട്ടണമല്ല. അവിടെ വ്യഭിചാരവും ആസക്തികളുടെ കൂടും അങ്ങനെ ജഡികമായ പാപങ്ങളുടെ ഒരു സ്ഥലമാണ് ജെറീക്കോ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേൽ ജനങ്ങളോട് ദൈവം ജോഷുവയോട് പറഞ്ഞു, നിങ്ങൾ ജെറീക്കോ പട്ടണത്തിൽ ചെല്ലുമ്പോ അവിടെ നിന്ന് ഒന്നും എടുത്തേക്കരുത്, ഒന്നും എടുക്കരുത്. എല്ലാവരും തല കുനിച്ച് പറഞ്ഞു, ഞങ്ങൾ ഒന്നും എടുക്കുകയില്ല. അങ്ങനെ ഇസ്രായേൽ ജനം ജെറീക്കോ പട്ടണം കീഴ്പ്പെടുത്തിയപ്പോൾ അവിടുത്തെ സമ്പത്തെല്ലാം കണ്ട് ഇസ്രായേൽ ജനത്തിന്റെ കൂടെയുള്ള ഒരാളുടെ പേരാണ് ആഖാൻ. ആഖാൻ എന്ന വ്യക്തിക്ക് സ്വർണവും പണവും കണ്ടപ്പോ ആർത്തി തോന്നി. ദൈവം എടുക്കരുതെന്ന് പറഞ്ഞൊരു കാര്യം ഇദ്ദേഹം എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ആരും ഒരു മനുഷ്യനാകട്ടെ ഇത് അറിഞ്ഞിട്ടില്ല, ഒറ്റയാൾ അറിഞ്ഞിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ജോഷുവയോ ഇസ്രായേലോ ആരും പറഞ്ഞിട്ടില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഒരെണ്ണം അങ്ങ് ചെയ്തു. അതിനുശേഷമാണ് ആയി പട്ടണം യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനത്തിലെ പണ്ഡിതന്മാർ അവകാശപ്പെട്ടു, കുറച്ച് ആളുകൾ പോയാൽ മതി, അത് 2000-3000 ആള് പോയാൽ മതി. പക്ഷെ ചെന്നപ്പോ കണ്ടത് ഇസ്രായേൽ ജനങ്ങൾ ആയി പട്ടണത്തോട് ജയിക്കേണ്ടതായിരുന്നു. പക്ഷേ വളരെ ദയനീയമായി പരാജയപ്പെട്ടു. ജോഷുവ ഇതറിഞ്ഞിട്ട് വസ്ത്രം കീറി, പറമ്പിൽ നിന്ന് മണലെടുത്ത് ദേഹത്ത് ഇട്ടിട്ട് ദൈവത്തോട് ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾക്ക് ഈ തോൽവി നീ തന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം കൊടുത്തൊരു മറുപടി ഇതാണ്, ശ്രദ്ധിച്ചു കേട്ട. ദൈവം പറഞ്ഞു, 7-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമില്ലേ എന്നറിയോ? അയ്യോ, കാലാവസ്ഥയിലുള്ള ഈ മാറ്റം എന്തുകൊണ്ടാണെന്നാ പറയുന്നത്? ചില ആളുകൾ പറയും മരങ്ങളൊക്കെ വെട്ടി കളഞ്ഞത് കൊണ്ടാണ്. അതൊരു ചെറിയ കാരണമുള്ളൂ. പണ്ട് കാലത്ത് അറിവുള്ള മാതാപിതാക്കൾ പറഞ്ഞു തന്നെന്നോട്, അച്ഛാ വയനാട്ടിൽ വരുമ്പോ ഇന്ന് വെട്ടിയേക്കാൾ മരങ്ങൾ ഇതിനു മുമ്പ് 19 വർഷം മുമ്പ് വെട്ടിക്കേറി പോയിട്ടുണ്ട്. ഇവിടുന്ന് ഇതിനേക്കാൾ മരങ്ങൾ ഇവിടുന്ന് വെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മരം വെട്ടിയതല്ല പ്രശ്നം, നമ്മുടെ മനുഷ്യന്റെ മനസ്സിന്റെ നന്മ അത് വെട്ടിക്കളഞ്ഞു. നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധി നമ്മൾ വെട്ടിക്കളഞ്ഞു. അതുകൊണ്ടാണ് കാലാവസ്ഥയിൽ ഈ മാറ്റം.
മരം വെട്ടിയെന്ന് മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിന്റെ നന്മ, വിശുദ്ധി, സ്നേഹം അത് വെട്ടിത്തൂരെ കളഞ്ഞു. അല്ലെങ്കിൽ ആരെങ്കിലും എഴുന്നേറ്റെന്ന് പറയട്ടെ, വിശുദ്ധി നഷ്ടത് മരങ്ങൾ വെട്ടിക്കൊണ്ട് തന്നെയാണ്. മരങ്ങൾ വെട്ടിയെങ്കിൽ 50 വർഷം മുമ്പ് ഇതേ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകേണ്ടതല്ലായിരുന്നോ? മരം വെട്ടിയത് കാരണമല്ലെന്നല്ല പറഞ്ഞത്. മരം വെട്ടിയേക്കാൾ വലിയ പ്രശ്നം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നന്മ വെട്ടിപ്പോയി, നന്മയും വിശുദ്ധിയും വെട്ടിക്കളഞ്ഞു. പഴയ മനുഷ്യരല്ല ഇപ്പം. ഇന്ന് വേറൊരു ലെവൽ. എല്ലാ രീതിയിലും ബന്ധങ്ങളെല്ലാം, നമ്മുടെ സ്നേഹവും കൂട്ടായ്മയും എല്ലാം പോയി. പാപം പെരുകി ഈ നാട്ടിൽ. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പ ബാംഗ്ലൂർ നഗരത്തിൽ താമസിക്കുന്ന മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞിരിക്കുകയാണ്. മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിനോട് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ത്യ രാജ്യത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, ഇന്ത്യ രാജ്യം വലിയ സങ്കടത്തിലൂടെ, പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യാനികൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. മിണ്ടാമഠത്തിൽ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന, പുറംലോകം പോലും കണ്ടിട്ടില്ലാത്ത സിസ്റ്റേഴ്സിനോട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നറിയോ, നമ്മളൊക്കെ ഇത്രയും പ്രാർത്ഥിച്ചാൽ പോരാ. നമുക്ക് ഒരു 10 വർഷം 10-15 വർഷത്തിനുള്ളിൽ വലിയ വലിയ സങ്കടങ്ങളും ഞെരുക്കങ്ങളും ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകാൻ പോവാന്നാണ് അറിവുള്ളവർ പ്രവചിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനി നിലം തൊടിയിക്കുകയല്ല, നമ്മളെ നിലം തൊടിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ നമ്മളെ വേട്ടയാടും. ഇത്രയൊന്നും പ്രാർത്ഥിച്ചാൽ പോരാ. രാജ്യത്തിന്റെ അവസ്ഥകളും സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം ക്രിസ്ത്യാനികളെ നിലം തൊടിക്കാത്ത രീതിയിൽ വേട്ടയാടുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ബാംഗ്ലൂർ നഗരത്തിൽ താമസിക്കുന്ന സിസ്റ്റേഴ്സിനോട്, അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ ദിവികാരുണ്യത്തിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. പാപം പെരുകി, അതിന്റെ തിരിച്ചടികൾ ഉണ്ടാകുകയാണ്. പാപം പെരുകി. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് ഇനി ശ്രദ്ധിച്ച്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു പേടി ഉടുകി, ഒരു പേടി. ഈ വചനം വായിച്ചപ്പോൾ അത് ഈ സമയമായിട്ട് ബന്ധപ്പെട്ട് നല്ലതാണ്. അതായത്, ഈശോ അന്ത്യത്താഴ സമയത്ത് അപ്പം മുറിച്ച് യൂദാസിന് കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 13:7-27. അപ്പം കൊടുത്തിട്ട് അത് യൂദാസ് അത് സ്വീകരിച്ചു. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അപ്പക്കഷ്ണം സ്വീകരിച്ചു, അപ്പോൾ തന്നെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. അപ്പക്കഷ്ണം സ്വീകരിച്ചു, അത് സ്വീകരിച്ചപ്പോ തന്നെ സാത്താൻ പോയി എന്നല്ല, അപ്പോൾ അതോടുകൂടി സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? അതായത്, യൂദാസ് എങ്ങനെയാ ഈ അപ്പം സ്വീകരിച്ചേ? ഹൃദയത്തിന്റെ വിശുദ്ധി ഇല്ലാതെ. നമ്മൾ യൂദാസിനെ കുറ്റം പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. യൂദാസ് ഒറ്റിക്കൊടുത്ത് കൂടെ നിന്ന് ചതിച്ചു. ശ്രദ്ധിക്ക്, നമ്മളും അതേ കാര്യമല്ലേ, ഒരു രീതിയിലല്ലേ മറ്റൊരു രീതി ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ മദ്യപിച്ച് പൂസായിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് നാളെ വന്ന് നാക്ക് നീട്ടി കുർബാന സ്വീകരിക്കുമ്പോ യൂദാസ് ചെയ്ത പോലെ തന്നെയാ ചെയ്യുന്നേ. നാവ് മുഴുവൻ മുറുക്കി റെഡ് നിറത്തിൽ ബീഡി വരച്ച് കറപിടിച്ച പല്ലുമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ നമ്മൾ ദൈവത്തെ പ്രകോപിപ്പിക്കുക ചെയ്യുന്നത്. കാരണം നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ ഇതാരെയാ സംതൃപ്തിപ്പെടുത്തുന്ന ആദ്യം ആലോചിക്കുക. നമ്മൾ ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ ഒരുപക്ഷെ ഞാൻ വെള്ളയൊക്കെ ഇട്ട് നല്ല ടിപ്പ് ടോപ്പിലായിരിക്കും. ഇവിടെയുള്ള ആളുകൾ മുഴുവൻ നോക്കുമ്പോൾ ഞാൻ നല്ല ഒരുങ്ങി വന്നാണല്ലോ സ്വീകരിക്കുന്നത്, ഇയാൾ കൊള്ളാലോ എന്ന് നമ്മൾ മറ്റുള്ളവർ വിധി എഴുതിയാലും, ഒരുപക്ഷെ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ ഏറ്റവും കൂടുതൽ പല്ലിളിച്ച് കാണിക്കുന്നത് അപ്പുറത്തിരിക്കുന്നത് പിശാചായിരിക്കും. കാരണം ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ അത് പിശാചിനെയാണ് കൂടുതൽ സംപ്രീതനാക്കുന്നത്. ഹല്ലേലൂയ. തലേ ദിവസം ബ്ലൂ ഫിലിം കണ്ടിട്ട് വന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ, സ്വവർഗഭോഗം ചെയ്തിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ, സ്വയംഭോഗം എന്ന പാപം ചെയ്തിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നാക്ക് നീട്ടുമ്പോ നമ്മളത് പിശാച് അന്നേരം സന്തോഷിക്കുക. കാരണം ഈ ഒരൊറ്റ കാര്യത്തിലൂടെ പിശാച് ആർത്തിരമ്പി നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുക. വലിയ വെള്ളച്ചാട്ടം വരുന്ന പോലെ അവൻ തുള്ളിച്ചാടും. ദൈവമല്ല സന്തോഷിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കുറെ കൂടി ജാഗ്രതയുള്ളവരാകണം. നമ്മുടെ കുടുംബത്തിൽ എല്ലാ കാര്യവും ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന വിനകളാ. ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മൾ കുറെ ക്രിസ്ത്യാനികൾ ഓരോ ദൂരദേശത്ത് പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കുക. ഇഞ്ചി കൃഷി, വാഴ കൃഷി, വെയിൽ, കർണാടകയിലെ വെയിൽ മുഴുവൻ കൊള്ളുകയാണ്. അവസാനം ഒരു വർഷം വെയിൽ കൊണ്ടിട്ട് ഇതാ വിലയില്ല, ഒന്നുമില്ല, വിലയില്ല, ഒരു രക്ഷയില്ല. ഇതിന്റെ ഒരു കാരണം ഞാനിങ്ങനെ മനസ്സിലാക്കാണ്. വിശുദ്ധിയില്ലാത്ത പല ജീവിതങ്ങളും പോയി നടുന്ന ഇഞ്ചി പോലും അതൊരു ഗുണമായി മാറുന്നില്ല. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇഞ്ചി നടാൻ പോയിട്ട് ഒരു വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കിക്കേ. അവിടെ ദൈവം കാവല് നിർത്തി ദൈവം വിജയിപ്പിച്ചു തരുന്നത് കാണാൻ പറ്റും.
നമ്മൾ നട്ടത് പലതും വിജയിക്കാത്തത് വിശുദ്ധിയില്ലാതെ നട്ടത്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വളരെ അനേകം മാതാപിതാക്കൾ മക്കൾക്ക് ജന്മം കൊടുത്തത് വിശുദ്ധിയോടെ അല്ല നട്ടിട്ടുള്ളത്. വിശുദ്ധിയോടെ ഒരു കാന്താരിച്ചെടി നട്ടാൽ അത് ശരിയാവുന്നില്ല. നിങ്ങൾ നോക്കിക്കോ, വിശുദ്ധി ഉണ്ടെങ്കിലേ നടുന്ന കാര്യത്തിൽ പോലും അത് വിജയിക്കുള്ളൂ. ചാലക്കുടിയിലുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രം, അട്ടപ്പാടിയിലുള്ള സെഹിയോൻ ധ്യാന കേന്ദ്രം, ഇതൊക്കെ വിശുദ്ധിയോടെ നട്ട ഓരോ സ്ഥാപനങ്ങളാണ്. ഈ ശാലോം TV വിശുദ്ധിയോടെ നട്ടിയ ഒരു സ്ഥാപനം. 5-10 പേരെയും കൊണ്ട് നട്ടതാ. എങ്ങനെ ഇന്ന് ലോകം മുഴുവൻ തല ഉയർത്തി നിൽക്കുന്നത്? നമ്മൾ നട്ടിട്ടൊന്നും ശരിയാകാത്ത എന്താ? ഒരു അട്ടപ്പാടി തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, ചാലക്കുടിയിൽ ഒരു ഡിവൈൻ ധ്യാന തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, അത് നട്ട ആൾക്കാർ ഹൃദയത്തിന്റെ വിശുദ്ധിയിൽ നട്ടതാ. അതാ ഉയർന്നു നിൽക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധിയോടെ നടണം. വിശുദ്ധിയോടെ നട്ടില്ലെങ്കിൽ അല്ലലും അലച്ചിലും വിട്ടുപോകത്തില്ല. നമ്മൾ കുറെ കൂടി അറിവുള്ളവർ വിശുദ്ധ ഗ്രന്ഥം അങ്ങനെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന നടക്കുമ്പോൾ നമ്മൾ ഒരുക്കത്തോടെയൊന്നും അല്ല, ആർക്കാണ്ട് ഒരു ചടങ്ങിന് പോലെ നടക്കുമ്പോൾ ദൈവം അല്ല സന്തോഷിക്കുന്നത്, പിശാച് അപ്പുറത്തിരുന്ന് സന്തോഷിക്കുക. കാരണം എന്താ? ഈ പ്രാർത്ഥനയിലൂടെ ദൈവം സന്തോഷിക്കുകയെന്ന് പിശാചിന് അറിയാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. വളരെ 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 കുറെ കൂടി ശ്രദ്ധിക്കണം നമ്മൾ നടുന്ന കാര്യങ്ങൾ. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് പേര് ദുഃഖിതരാണ്. എന്തിനാ ദുഃഖം എന്നറിയാമോ? മക്കള് വളരെ വളരെ മദ്യപാനം, മക്കള് മോശ കൂട്ടുകെട്ട്, തെറ്റായ പ്രേമബന്ധങ്ങൾ, അന്യജാതിക്കാരനോട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം ആഗ്രഹിച്ച പോലല്ല സംഭവിക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം 5-10 വർഷത്തേക്ക് പുറകോട്ട് പോയാൽ പോരാ. ഇത് മാതാപിതാക്കൾ എന്ത് ചെയ്യണം? ഈ കുഞ്ഞിന് ജന്മം കൊടുത്തത് നട്ടത് എങ്ങനെയാന്ന് ശ്രദ്ധിക്കണം. നട്ടത് ഏതവസ്ഥയിൽ? മദ്യത്തിലും വിശുദ്ധിയില്ലാതെയും പാപത്തിലുമാണ് നടുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് 10-20 വർഷം കഴിയുമ്പോൾ അത് പൂത്ത് കായ്ക്കും. അതുകൊണ്ട് ഇനി തൊട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ കുടുംബത്തിൽ എന്തു നട്ടാലും വിശുദ്ധിയിലൊന്ന് നട്ടു നോക്ക്. അപ്പൊ ഈ വചനത്തിന്റെ അഭിഷേകം നിങ്ങൾക്ക് കിട്ടും. കർത്താവ് ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ചു നിൽക്കും. നിങ്ങൾ കർണാടകയിലോ ഈ എവിടെയെങ്കിലും ഒരു 10 ഏക്കർ സ്ഥലം ഇഞ്ചിക്ക് പാട്ടം എടുത്ത് നടണമെന്ന് ആഗ്രഹമുണ്ടോ? 2018 ഇന്ന വർഷം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ വിശുദ്ധിയോടെ ജീവിച്ചിട്ട് ഇഞ്ചി നടുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോഴും ദൈവജനം പറയുക, ആ സ്ഥലത്തിന് ചുറ്റും ദൈവം ദൂതന്മാരെ കാവലിൽ നിർത്തും, ദൈവോടെ നിൽക്കും. ഇനി ശ്രദ്ധിക്കുക, തലശ്ശേരി പരിയാരം ധ്യാന കേന്ദ്രം വിശുദ്ധിയോടെ നട്ടിയ ഒരു സ്ഥാപനമാണ്, ഒരു ശുശ്രൂഷാലയമാണ്. എന്തൊരു ശക്തമായ പാർട്ടി പ്രവർത്തനം ഉണ്ടായ, പാർട്ടിയുടെ പ്രവർത്തന എതിർ പ്രതിസന്ധികൾ ഉണ്ടായെന്നറിയോ? എന്തുകൊണ്ട് ശക്തമായ പാർട്ടികൾക്ക് പോലും ഈ ശുശ്രൂഷാലയത്തെ തകർക്കാൻ കഴിഞ്ഞില്ല? വിശുദ്ധിയോടെ നട്ട ഒരു സ്ഥാപനമാണ് ഇതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനമെങ്കിൽ, നിങ്ങളുടെ മക്കളെങ്കിൽ, ആര് തച്ചിനിരുന്ന് വിചാരിച്ചാലും അതേതാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തൊടാൻ പോലും പറ്റത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഇന്ന് മുതൽ നിങ്ങൾ ഒരു തീരുമാനം, ഈ 40-ാം വെള്ളിയാഴ്ച കേട്ടത് മറക്കരുത്. വിശുദ്ധിയോടെ ചെയ്യുന്നതെല്ലാം ദൈവം ഏറ്റെടുക്കും. എന്ത് നട്ടാലും, വാഴ നട്ടു, എന്ത് കൃഷി ചെയ്തോ അത് വിശുദ്ധിയോടെ ചെയ്തു നോക്ക്. ദൈവം അവിടെ കാവൽ നിൽക്കും, ദൈവം അവിടെ നിൽക്കും. ദൈവം നമുക്ക് വേണ്ടി നിൽക്കും. ഇല്ലെങ്കിലോ ദൈവം നിൽക്കത്തില്ല. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവം നിലകൊള്ളും. വിശുദ്ധിയോടെ നിൽക്കുന്നവർക്ക് ദൈവം നിലകൊള്ളും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജോഷുവയുടെ പുസ്തകത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുന്നുണ്ട്. ജോഷുവ ദൈവത്തോട് ചോദിച്ചു, ഞങ്ങൾ ഈ വിജയം പ്രാപിക്കാൻ എന്നാ ചെയ്യണം? ഞങ്ങൾ വിജയിക്കണം എന്നാ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ജോഷുവയുടെ ദൈവം പറഞ്ഞു, ജോഷുവയോട് പറഞ്ഞു, ജനത്തെ പരിശോധിച്ച് അവരുടെ പാപം ഏറ്റുപറയാൻ പറഞ്ഞു. എപ്പോഴാ വിജയിച്ചെന്നറിയോ? ആഖാൻ എന്ന വ്യക്തി പാപം ഏറ്റുപറഞ്ഞ പിന്നെയാണ് ഇസ്രായേൽ ജനത്തിന് വിജയമുണ്ടായത്. അല്ലെ, അത്രേ സമയം എന്നും ബന്ധനവും കെട്ടുമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ അടുത്ത് ശ്രദ്ധിക്കുക, വിശുദ്ധിയോടെ ജീവിക്കുമ്പം വേറൊരു പ്രശ്നമുണ്ട്. ദൈവം ഉയർത്തും. വിശുദ്ധിയോടെ ജീവിക്കാൻ തുടങ്ങിയാൽ പിശാച് നമ്മളെ നോട്ടവിടും. ജോസഫ് എന്ന വ്യക്തി, പഴയ നിയമത്തിലെ വചനാണ്, ജോസഫ് എന്ന വ്യക്തി വിശുദ്ധിയോടെ ജീവിച്ചു. പൊത്തീഫർ ആ സമയമൊക്കെ ജോസഫിന്റെ ഭവനം വരെ അനുഗ്രഹിക്കപ്പെട്ടു. ആ സമയത്ത് ജോസഫിനെ തകർക്കാൻ വേണ്ടി പിശാച് 2 വഴികളാണ് ഇട്ടത്. അതിന്നും അതുപോലെയാണ്. വിശുദ്ധിയോടെ ജീവിച്ച ജോസഫിന് 2 പ്രലോഭനമാണ് ഉണ്ടായത്. പൊത്തീഫറിന്റെ ഭാര്യയോട് ചേർന്ന് പാപം ചെയ്യുക, വ്യഭിചാരം ചെയ്യുക. സ്ഥലം പിശാച് ഒരുക്കി, സാഹചര്യവും പിശാച് ഒരുക്കി. വിശുദ്ധിയോടെ ജീവിക്കുന്ന വ്യക്തികളെ തകർക്കുന്നത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കും.
ജോസഫ് എന്ന വ്യക്തിയെ തകർക്കാൻ വേണ്ടി അന്നേരെ കൊണ്ടയിട്ടത് പൊത്തീഫറിന്റെ ഭാര്യയായിട്ടുള്ള ഒരു ബന്ധത്തിലേക്കാണ് കൊണ്ടയിടാൻ പിശാച് നോക്കിയത്. കാരണം ഒരു വ്യക്തിയെ ദൈവത്തിൽ നകറ്റാൻ ഈ വിഷയത്തിൽ, സ്ത്രീ വിഷയത്തിൽ വീണുപോകുന്ന പലരും, സ്ത്രീ വിഷയത്തിൽ തെറ്റുപറ്റി പോകുന്ന പലർക്കും, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പോലും വിജയിക്കാത്തത്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ധ്യാനിപ്പിക്കുന്ന ഒരു അച്ഛൻ പറഞ്ഞു, ആ ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരാള് അച്ഛന് വികാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അച്ഛനോട് ഒന്ന് ഞങ്ങളുടെ സ്ഥലം വെഞ്ചരിക്കാൻ വരാവോ? 1.5 ഏക്കർ സ്ഥലം ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് മേടിച്ച സ്ഥലമാണ്. 1.5 ഏക്കർ സ്ഥലം. ഈ സ്ഥലം ഒരു സ്ത്രീ, കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത സ്ത്രീയുടെ സ്ഥലമാണ്. ഈ സ്ഥലം മേടിക്കാൻ നേരത്തെ ഈ ഇടവക്കാരൻ വിചാരിച്ചു, ഒരു നല്ല സ്ഥലമാണ്, ആ പുള്ളിക്കാരത്ത് വിൽക്കുകയാണ്, അതങ്ങ് മേടിച്ചേക്കാം, നന്നായിട്ട് പണിയെടുത്ത് കുറച്ച് കാപ്പിയും കുറെ കുരുമുളകൊക്കെ ഇട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചു. ഈ വ്യക്തി ആ സ്ഥലം മേടിച്ച് ഈ സ്ത്രീ ഇവിടുന്ന് പോയി. എങ്ങോട്ടോ പോയി? ആങ്ങളുടെ അടുത്ത് താമസിക്കാനായി പോയി. ഈ സ്ഥലം പ്രാർത്ഥിക്കണമെന്ന് ഈ വ്യക്തി നിയോഗം വെക്കാനുള്ള കാരണം, ഈ സ്ഥലത്ത് ഇദ്ദേഹം പറയാണ്, എന്നാ നട്ടിട്ടും ഒന്നെങ്കിൽ തീ അല്ലെങ്കിൽ കീടം എന്ന് നശിപ്പിച്ചു കളയും. വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ വന്ന ഇടവകയിൽ ധ്യാനിപ്പിച്ച എനിക്ക് പരിചയമുള്ള അച്ഛൻ പറഞ്ഞു, സ്ഥലം വെഞ്ചരിച്ചിട്ട് ആ വ്യക്തിയോട് ചോദിച്ചു, ഇവിടെ ആരാ താമസിച്ചത്? ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ പറ്റി അറിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെയൊന്നും അറിയത്തില്ല, ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരാളാണെന്നാണ് ആളുകൾ പറയുന്നത്. ആളുകൾ പറയുന്നതല്ല, ഈ വ്യക്തി ഈ വീട്ടിൽ പാപം, ഈ വ്യഭിചാരത്തിന്റെ പാപം ചെയ്തിട്ടുണ്ട്, ഈ തിന്മ ഈ ഭിത്തിയെ കൂടെ ഇരിപ്പുണ്ട്, അത് പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്യാതെ, നന്നായിട്ട് വിശുദ്ധീകരിക്കപ്പെടാതെ നിങ്ങൾ പറമ്പിൽ നടുന്നതിൽ പോലും അത് ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി ആ അച്ഛനെ കൊണ്ട് തന്നെ ധ്യാനത്തിന്റെ അവസാന ദിവസം അയാൾ ഉപവാസം എടുത്ത്, നോമ്പെടുത്ത്, പ്രാർത്ഥിച്ചിട്ട് ഒരു നേരം എടുത്ത് സ്ഥലം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച പിന്നെ ആ സ്ഥലത്ത് കൊടി നട്ടിട്ട് പോലും ശരിയായത് എന്ന് പറഞ്ഞാൽ ഒരു തിന്മ അത് നമ്മുടെ ബാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന കുട്ടികളടക്കം ശ്രദ്ധിച്ചോ, വിശുദ്ധിയോടെ നിങ്ങൾ പഠിച്ചു നോക്ക്. ആ വിജയത്തെ, ആ ഒരു വലിയ വിജയം നിങ്ങൾക്ക് ദൈവം കൊണ്ടുതരും. നിങ്ങളൊരു കൃഷി ചെയ്യുന്ന ആളാണ്, വിശുദ്ധിയോടെ നട്ടു നോക്ക്, അപ്പോൾ അവിടെ മാറ്റങ്ങൾ കാണാൻ പറ്റും. വിശുദ്ധിയോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവവചനം പഠിപ്പിക്കുകയാണ്. സങ്കീർത്തന വചനം, കർത്താവ് ദൈവഭക്തന്മാരുടെ ചുറ്റും പാളയമടിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പച്ചനും അമ്മച്ചി തീരുമാനിക്ക്, ഈ മതി, പാപം ചെയ്തത് മതി, ഈ കുടിച്ചത് മതി, ഈ വീടി വലിച്ചത് മതി, ഈ നുണ പറഞ്ഞത് മതി, ഈ കുറ്റം പറഞ്ഞത് മതിയായില്ലേ? മതിയായി, സമയായി. എന്നിട്ട് വിശുദ്ധിയോടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്ക്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കണ്ണുകൾ കൊണ്ട്, വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഉദാഹരണം പറയാം. ഒരു 3 ചെറുപ്പക്കാരോട് ധ്യാനിക്കാൻ വന്നു. ഭയങ്കര ഉഴപ്പ്, ചൊവ്വാഴ്ച ദിവസം വരെ ഉഴപ്പാണ്, കുമ്പസാരം കഴിഞ്ഞിട്ട് ഉഴപ്പ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ. അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞു, അവർ കോഴിക്കോട് ജില്ലയിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവറും കണ്ടക്ടറും കിളിയും കൂടിയാണ്. ബസിന്റെ ഡ്രൈവർമാർ അവർ വേറെ ഇവിടെ വന്നിട്ട് അതേ വർത്താനവും ചിരിയും, ആൾക്കാരുടെ ശുശ്രൂഷകരുടെ ചൂടാകല്, ഇവരാകപ്പാടെ വിഷമം. എന്നിട്ട് ഇവർ കുമ്പസാരിക്കാൻ പോയിട്ട് ചുമ്മാ പേരിന് അവിടെ വരെ പോയിട്ട് അതേപോലെ ഒരു കൂസലും ഇല്ലാതെ പോകുന്നത് ഞാൻ കണ്ടു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആരാധനയുടെ സമയത്ത് മുമ്പ് ഞാൻ പറഞ്ഞു, നിങ്ങൾ 3 മുറിയിലായിട്ട് കിടന്നാൽ മതി. 3 മുറി അങ്ങ് മാറ്റി കൊടുത്തു. ഇവരെ 3 മുറിയിലാണ് കൊടുത്തത്. പക്ഷെ ഇവര് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു മുറിയിലായി. 3 മുറി മാറ്റിക്കൊടുത്ത് പിറ്റേ ദിവസം ഇവർക്കൊരു വെഞ്ചരിച്ച കൊന്തയും കൊടുത്ത്, നിങ്ങൾ നന്നായിട്ട് ഒന്നും കൂടെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള മറ്റൊരു വൈദികന്റെ അടുത്ത് കുമ്പസാരിക്കാൻ വിട്ടതിന് ശേഷം ഇവരോട് ദൈവവചനം പറഞ്ഞപ്പോൾ ആരാധനയുടെ സമയത്ത് ഞാൻ കണ്ടു, അതിലൊരു ചെറുപ്പക്കാരൻ കണ്ണടച്ചു പിടിച്ച് കത്തി ഉരുകുന്ന മെഴുകുതിരി പോലെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നു. ഇങ്ങനെ സങ്കടത്തോടെ എനിക്ക് സന്തോഷമായി. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്, ഇവര് പാപം ഏറ്റുപറഞ്ഞേ പിന്നെ നമ്മൾ കുളത്തിൽ കൊണ്ടുപോയി ഒരു കല്ലിടുമ്പോ ആ കല്ല് വീണിട്ട് ഇറങ്ങിയ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന പോലെ പിന്നീട് പറയുന്ന വചനങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ചെന്ന് കയറുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. കയറുന്നതനുസരിച്ച് മുഖത്തിന് പ്രകാശം കൂടി വന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് വിശുദ്ധീകരിച്ച് വിശുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ മുഖത്ത് അതിന്റെ അഭിഷേകം ഇങ്ങനെ തെളിഞ്ഞു വരും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. പാപം വെറുത്തുപേക്ഷിക്കുന്നവരുടെ മുഖത്ത് ദൈവം വെളിച്ചം കൊടുക്കും. അത് നിങ്ങൾ നോക്കിക്കോ. പാപം ഉപേക്ഷിക്കുന്നവരുടെ മുഖത്ത് ദൈവം ഒരു പ്രകാശം നിറയ്ക്കും. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഞാൻ ഈ വ്യക്തി ഇവിടെ ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കല്ലിട്ടാൽ അതിന്റെ ഓളങ്ങൾ ഇങ്ങനെ വെള്ളം ഉള്ളിടത്തോളം ഇങ്ങനെ വെട്ടുന്നത് പോലെ ദൈവവചനത്തിന്റെ ചില അഭിഷേകം ഇയാളുടെ മുഖത്തും പെരുമാറ്റത്തിലൊക്കെ ഇങ്ങനെ മുഖം നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. ഇന്നും അവർ ആ അഭിഷേക ശുശ്രൂഷയിൽ തുടരുന്നുണ്ട്. അവർ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ വാസ്തവത്തിൽ ബസിന്റെ കണ്ടക്ടറും ഒരു കിളിയും ഒരു ഡ്രൈവറും ഒക്കെയാണ്. അവർ ചെയ്ത് ജോലി ഇങ്ങനെയാണെങ്കിലും വളരെ ആത്മീയമായ ഒരു അഭിഷേകത്തിൽ അവർ നിലനിൽക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുകയാണ്, വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കണം.
നമ്മൾ തന്നെ തകർച്ചയ്ക്കുള്ള വഴി വെട്ടിക്കൊടുക്കരുത്. ഇതാ ഇങ്ങോട്ട് പോരെ തകർച്ച വെട്ടരുത്. കാരണം യൂദാസിനെ നമ്മൾ കുറ്റം പറയും, കൂടെ നിന്ന് ചതിച്ചവനാണല്ലോ, അവൻ ചെയ്യേണ്ട ഒരു കാര്യമാണോ ചെയ്തേ നമുക്ക് തോന്നും വായിക്കുമ്പോൾ. യൂദാസ് ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, അവൻ ഒറ്റിക്കൊടുത്തു. അവൻ മനസ്സ് വിശുദ്ധല്ലാണ്ട് അപ്പത്തിന് വേണ്ടി കൈനീട്ടി. അന്നേരെ പിശാച് അകത്തേക്ക് കയറി. വിശുദ്ധിയില്ലാതെ, അതായത് മുറുക്കിയും ബീഡി വലിച്ചും ഇന്നലെ തെറിയും പറഞ്ഞിട്ട് വീട്ടിൽ ഭാര്യയെ തല്ലി നാളെ വന്നിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് നീട്ടരുത്. നമ്മളെ വിശുദ്ധ കുർബാന അങ്ങനെ യോഗ്യതയല്ലാതെ സ്വീകരിക്കുമ്പോൾ പിശാച് കൈകൊട്ടി ചിരിക്കും. കാരണം ഈ വ്യക്തിയെ എന്നേക്കുമായി അവൻ നേടിയെന്ന പോലെയായി. അതുകൊണ്ട് വലിയൊരു വിശുദ്ധി നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം. വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ ഇരച്ചു വരുന്ന വെള്ളച്ചാട്ടം ഒഴുകി തോട്ടിലൂടെ പോകുന്ന പോലെ ഒരൊറ്റ വ്യക്തിയിലൂടെ ദൈവാനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു കയറും. പറഞ്ഞേ ഹല്ലേലൂയ.